TR ഫെസിലിറ്റി വഴി നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് ദാ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ മെയ് 31-ാം തീയതി വരെ ഇവരിവിടെ ഫ്രീ ആയിട്ട് സ്റ്റോർ ചെയ്തോളും. പക്ഷേ 100% അയക്കുന്നവർ തന്നെ ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ 12ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുമായിട്ട് നാട്ടിലേക്ക് പോകാൻ നോക്കിയിരിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണിത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കുന്നവർക്ക് വേറെ 1-2 ഗുണങ്ങളും കൂടെ ഉണ്ട്. അതിനു മുൻപ് ഞാൻ ഈ സ്ഥലം ഏതാണെന്ന് പറയാം. കഴിഞ്ഞ 44 വർഷമായിട്ട് ഈ മേഖലയിൽ വിശ്വാസ്യമാർന്ന സേവനം നടത്തുന്ന അൽ-സൂദ് കാർഗോയിലാണ്. 1-2 ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊന്നെന്ന് പറയുന്നത്, നേരത്തെ ആണെങ്കിൽ നമുക്ക് TR ഫെസിലിറ്റി വഴി ഏതാണ്ട് 5 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങളാണ് കൊണ്ടുപോകാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കത് 7.5 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. നിസ, റെഫ്രിജറേറ്റർ കൊണ്ടുവന്ന കാര്യത്തിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ലേ? അത് കഴിഞ്ഞ വർഷം വരെ 300 ലിറ്റർ കപ്പാസിറ്റി ഉള്ള റെഫ്രിജറേറ്റേഴ്സ് ആണ് നമുക്ക് നാട്ടിലേക്ക് ഡ്യൂട്ടി ഇല്ലാതെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നത്. പക്ഷേ ഈ വർഷം തൊട്ട് എത്ര കപ്പാസിറ്റി ഉള്ള റെഫ്രിജറേറ്റേഴ്സ് ആണെങ്കിലും TRന്റെ അണ്ടറിൽ ഡ്യൂട്ടി ഇല്ലാതെ തന്നെ നാട്ടിലേക്ക് അയക്കാൻ പറ്റും. പിന്നെ പൊതുവേ ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ 2 വർഷം ഇവിടെ നിന്നവർക്ക് മാത്രമല്ലേ ഡ്യൂട്ടി ഇല്ലാതെ ഈ TR ഫെസിലിറ്റി വഴി നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കാൻ പറ്റുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ മിനി TR എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. അതായത് നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് സാധനങ്ങൾ അയക്കാം. അത് പക്ഷേ 3 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങളാണ് നമുക്ക് അയക്കാൻ പറ്റുക. പിന്നെ അറിയാമല്ലോ, ഈ ജംബോ ബോക്സ് വഴി അയക്കുമ്പോൾ നമുക്ക് 1 കിലോയ്ക്ക് 1 ദിറംസ് വരെ ആവുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി, അവർ വീട്ടിൽ വന്നിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്തോളും. പിന്നെ അൽ-സൂദ് കാർഗോയുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ സർവീസുകളെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.